ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നിവിടെ ഞാൻ കാണിക്കുന്നത് നമ്മുടെ ബീട്രൂട്ട് ഉപയോഗിച്ചുള്ളൊരു ഫേസ് പാക്കാണ്, ഫേഷ്യലാണ് കാണിക്കുന്നത്. പല പല സ്റ്റെപ്പായിട്ടുള്ളൊരു ഫേഷ്യലാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇവിടെ ഞാൻ വലിയൊരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഹാഫേ ഞാൻ എടുക്കുന്നുള്ളൂ. നമ്മുടെ മുഖത്തിന് മാത്രം ഇടാൻ എത്രയാണോ അതനുസരിച്ച് എടുക്കുക. അപ്പം പകുതി ഞാൻ അത് കട്ട് ചെയ്ത് തൊലിയെല്ലാം കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കണം. ഇപ്പം ഞാൻ ഇത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്, പീസായി കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഇത് നമുക്കൊന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. അപ്പോൾ ഈ മിക്സിയുടെ ജാറിലിട്ട് ഇത് പേസ്റ്റ് രൂപത്തിലൊന്ന് ചതച്ചെടുക്കുകയാണ്. ഇപ്പം ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് സ്ക്രബ് ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് മറ്റൊരു പാത്രത്തിൽ മാറ്റി വെക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ അരിപ്പൊടിയും തേനും കൂടെ ചേർത്ത് കൊടുത്ത് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ മുഖത്ത് സ്ക്രബ് ചെയ്യാനുള്ളൊരു പായ്ക്കാണ്. അപ്പോൾ ഇത്രയും നമുക്ക് മുഖത്ത് സ്ക്രബ് ചെയ്യാനായിട്ട് എടുക്കാം. ബാക്കി ഞാൻ അതിൻ്റെ ജ്യൂസ് എടുത്തിട്ടുണ്ട്, ബീട്രൂട്ടിൻ്റെ ജ്യൂസ് സെപ്പറേറ്റ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുഖത്തിടാനുള്ള ജെല്ല് തയ്യാറാക്കാം. ഇപ്പം ഞാനൊരു 1/2 ടീസ്പൂൺ അലോവേര ജെൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ബീട്രൂട്ടിൻ്റെ ജ്യൂസും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ മിക്സാക്കി ഒന്ന് എടുക്കുക. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ഫേസിൽ മസാജ് ചെയ്യാനുള്ള ജെല്ലാണ്. ഇപ്പം നമ്മുടെ ഫേസ് മസാജിനുള്ള ജെല്ലും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റെഡിയാക്കേണ്ടത് മുഖത്തിടാനുള്ള പായ്ക്കാണ്. മറ്റൊരു പാത്രത്തിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ മുൾട്ടാണി മിട്ടി എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബേസൻ, നമ്മുടെ കടലപ്പൊടി. പിന്നെ അതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ തേനാണ്, ഹണി. അതിനുശേഷം നമുക്ക് അലോവേര ജെല്ല് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തൈരാണ്. തൈരല്ലെങ്കിൽ നാരങ്ങ നീരോ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് മെയിനായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ബീട്രൂട്ടിൻ്റെ ജ്യൂസാണ്. ഈ ബീട്രൂട്ടിൻ്റെ ജ്യൂസും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലോണം മിക്സാക്കി പേസ്റ്റ് രൂപത്തിലെടുക്കുക. ഇപ്പം നമ്മുടെ മുഖത്തിടാനുള്ള പായ്ക്കും റെഡി ആയിട്ടുണ്ട്. ഇപ്പം നല്ല സ്മൂത്തായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് സ്ക്രബ് ചെയ്യാനുള്ളതും നമുക്ക് ജെല്ലും അതുപോലെ പായ്ക്കും ഈ 3 സാധനങ്ങളാണ് മുഖത്ത് നമുക്ക് ഇടാൻ വേണ്ടത്. നമ്മുടെ മുഖത്ത് നല്ലൊരു ബ്രൈറ്റ്നസ് കിട്ടാനായിട്ടൊരു ബെസ്റ്റ് ഒരു പായ്ക്കാണിത്, ബീട്രൂട്ട് ഉപയോഗിച്ചുള്ള ഫേസ് പാക്ക്. അപ്പോൾ ഇത് 3 ഉപയോഗിച്ച് എങ്ങനെയാണ് നമ്മുടെ മുഖത്ത് ഇടുന്നത് നോക്കാം. ഇപ്പം ഞാൻ മുഖം നല്ലോണം ക്ലീൻ ആക്കിയ ശേഷം നമുക്ക് സ്ക്രബ് ചെയ്ത് കൊടുക്കണം. ഇപ്പം ഞാൻ പായ്ക്കും അതുപോലെ തന്നെ സ്ക്രബ് ചെയ്യാനുള്ളതും ജെല്ലും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് മുഖത്ത് സ്ക്രബ് ചെയ്യുന്ന രീതിയാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഞാൻ മുഖത്ത് സ്ക്രബ് ഇടാനായിട്ട് പോവുകയാണ്. നമ്മുടെ ബീട്രൂട്ട് ഉപയോഗിച്ചുള്ള സ്ക്രബ് നമ്മുടെ മുഖത്ത് ഇട്ട് കൊടുത്ത് ഒരു 2-3 ടൈം നല്ലോണം ഒന്ന് സ്ക്രബ് ചെയ്തെടുക്കുക. നമ്മുടെ മുഖത്തുള്ള ടാനൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോകാനും അതുപോലെ മുഖക്കുരു ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോകാനും ഒക്കെ നല്ല ബെസ്റ്റ് ഒരു ഫേസ് പാക്കാണ്. അതുപോലെ മുഖത്തിന് നല്ലൊരു ഗ്ലോ കിട്ടുകയും ചെയ്യും. പ്രത്യേകിച്ച് ബീട്രൂട്ടിൽ നമുക്ക് ചർമ്മത്തിന് ഏറ്റവും അത്യാവശ്യമായ വേണ്ടതായ വിറ്റാമിൻ സി ധാരാളം അടങ്ങിയിട്ടുള്ള ഒരു ഐറ്റമാണ് നമ്മുടെ ഈ ബീട്രൂട്ട്. വരണ്ട ചർമ്മത്തിന് ഉപയോഗിക്കാൻ ബെസ്റ്റ് ഒരു ഫേസ് പാക്കാണ്. വരണ്ട ചർമ്മമാണെങ്കിൽ നിങ്ങൾക്ക് ഈ ബീട്രൂട്ട് ഉപയോഗിച്ചുള്ള ഫേസ് പാക്ക് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ മുഖത്തുള്ള കുരുക്കൾ, ചുളിവുകൾ, കരിവാളിപ്പ് ഒക്കെ മാറാൻ പ്രത്യേകിച്ച് നമുക്ക് ഈ ബീട്രൂട്ട് ഉപയോഗിച്ചുള്ള ഫേസ് പാക്ക് മുഖത്തിട്ട് കഴിഞ്ഞാൽ നല്ല മാറ്റം നമുക്ക് കിട്ടുകയും ചെയ്യും. ചർമ്മം നല്ലോണം തിളങ്ങുകയും ചർമ്മത്തിൻ്റെ തിളക്കം കിട്ടുകയൊക്കെ ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ കണ്ണിന് താഴെയുള്ള കറുപ്പ് നിറമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോകാനും വളരെ നല്ലതാണ് ഈ ബീട്രൂട്ട് ഉപയോഗിച്ചുള്ളൊരു ഫേസ് പാക്ക്. ഇപ്പം ഞാൻ സ്ക്രബ് മുഖത്തിട്ട് കൊടുത്തൊരു 2-3 ടൈം മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിത് വാഷ് ചെയ്ത് കളയാം. ഒരു 2-3 ടൈം മാത്രം നമുക്ക് സ്ക്രബ് ചെയ്താൽ മതി. അതിനുശേഷം വാഷ് ചെയ്ത് കളയുക. അതുപോലെ തന്നെ നമ്മുടെ ചുണ്ടിന് നല്ല നിറം കിട്ടാനും ഈ ബീട്രൂട്ട് ഉപയോഗിച്ച് നല്ലോണം മസാജ് ചെയ്താൽ ചുണ്ടിലുള്ള കറുപ്പുകളൊക്കെ മാറാനും ചുണ്ടിന് നല്ല നിറം കിട്ടാനും വളരെ നല്ലതാണ് ബീട്രൂട്ടിൻ്റെ ഈ പായ്ക്ക്. അതിനുശേഷം നമുക്ക് രണ്ടാമത് തയ്യാറാക്കിയ ജെല്ല് ഇട്ട് കൊടുക്കാം. ഇത് ബീട്രൂട്ട് ജ്യൂസും അലോവേര ജെല്ലും ഉപയോഗിച്ചെടുത്തുള്ള ജെല്ലാണ്. ഇതും ഒരു 2-3 ടൈം നമ്മുടെ മുഖത്ത് നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ബീട്രൂട്ടിൽ ധാരാളം പോഷക ഗുണങ്ങൾ അടങ്ങിയൊരു പച്ചക്കറിയാണ് ബീട്രൂട്ട്.
പച്ചക്കറികൾ തന്നെ ഏറ്റവും ജീവകങ്ങൾ ധാരാളം അടങ്ങിയ ഒരു പച്ചക്കറിയാണ് ബീട്രൂട്ട്. ആരോഗ്യത്തിന് മാത്രമല്ല നമ്മുടെ ചർമ്മ സംരക്ഷണത്തിന് നല്ലൊരു ഒരു വെജിറ്റബിളാണ് ഈ ബീട്രൂട്ട്. വിറ്റാമിൻ സി, അയൺ, സോഡിയം, പൊട്ടാസ്യം ഇതൊക്കെ ധാരാളം അടങ്ങിയത് കാരണം നമ്മുടെ മുഖത്തിന് നല്ലൊരു നിറം കിട്ടാനായിട്ട് ഒരുപാട് സഹായിക്കുന്ന ഒരു ഫേഷ്യൽ പാക്കാണ് ഇത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഞാനിത് ഒരു 2-3 ടൈം നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ മുഖത്ത് ഇത് ഇട്ട് കൊടുക്കുമ്പോൾ മുഖം നല്ല ഒരു തിളക്കം കിട്ടാനും അതുപോലെ തന്നെ നല്ലൊരു ഗ്ലേസിങ് കിട്ടുകയൊക്കെ ചെയ്യും ഇതുപോലെ മസാജ് ചെയ്ത് കൊടുത്താൽ. ഒരു 2-3 ടൈം മാത്രം നമുക്ക് മുഖത്തിത് മസാജ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ഞാൻ മുഖത്ത് നല്ലോണം ഇത് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കണ്ണിന് താഴെയുള്ള കറുപ്പ് നിറമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഈ ജെല്ല് പുരട്ടി നല്ലോണം മസാജ് ചെയ്ത് കൊടുത്താൽ കണ്ണിന് താഴെയുള്ള ചുളിവുകളും അതുപോലെ തന്നെ കറുത്ത പാടുകളും ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോകാൻ സഹായിക്കും. മുഖത്തിന് നല്ലൊരു നിറം കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാൻ മുഖത്തിട്ട് കൊടുത്തത് വാഷ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് മൂന്നാമത് ചെയ്യേണ്ടത് പായ്ക്കാണ്. അപ്പോൾ ഇത്രയും ഈ 2 സ്റ്റെപ്പ് തന്നെ ചെയ്യുമ്പോൾ നമ്മുടെ മുഖത്ത് നല്ലോണം വ്യത്യാസം കാണാൻ പറ്റും. മുഖം നല്ലൊരു ഗ്ലോ തോന്നിക്കും നമുക്ക്. അപ്പോൾ നിങ്ങൾക്കിത് ചെയ്ത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും മുഖത്ത് നല്ല പ്രത്യേക ഒരു തിളക്കവും ഒരു നിറമൊക്കെ നമുക്ക് കിട്ടും ഈ ബീട്രൂട്ട് ഉപയോഗിച്ചുള്ളൊരു ഫേഷ്യൽ. നമുക്ക് പുറത്തെങ്ങും പോയി ഫേഷ്യൽ ചെയ്യേണ്ട ഒരാവശ്യമില്ല. നമുക്ക് ഈ ഒരു പായ്ക്ക് തന്നെ ഇട്ട് കൊടുത്താൽ തന്നെ നമുക്ക് മുഖത്ത് നല്ലൊരു തിളക്കവും നല്ലൊരു ബ്രൈറ്റ്നസ്സും ഒക്കെ കിട്ടും. അതുപോലെ മുഖക്കുരുവുള്ള പാടുകളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോകാനും ഒക്കെ സഹായിക്കും. ഇനി ഞാൻ മൂന്നാമത്തെ സ്റ്റെപ്പ് ചെയ്യുന്നത് പായ്ക്കാണ്. ഈ പായ്ക്ക് ഇട്ട് കൊടുത്തൊരു 15-10 മിനിറ്റ് മാത്രം വെച്ച് കൊടുത്താൽ മതി. അതിന് ശേഷം നമുക്കത് കഴുകിക്കളയാം. അപ്പം മുഖത്തിലും കഴുത്തിലും എല്ലാം ഈ പായ്ക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയാം. അപ്പം ഈ മുഖത്തിലും കഴുത്തിലും ഒക്കെ ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം കഴുകിക്കളയണം. നല്ലൊരു ഫേഷ്യൽ പാക്കാണ്. മുഖത്ത് നല്ലൊരു ബ്രൈറ്റ്നസ് കിട്ടുകയൊക്കെ ചെയ്യും. നമുക്ക് ഫങ്ഷനോ വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് അന്ന് തന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കിയാൽ മുഖത്തിന് നല്ലൊരു ഗ്ലോ കിട്ടുകയും നല്ലൊരു തിളക്കം കിട്ടുകയൊക്കെ ചെയ്യും. മറ്റ് സൈഡ് എഫക്റ്റും ഒന്നും ഉണ്ടാകത്തില്ല. മുഖം നല്ലൊരു ഫ്രഷ്നെസ് തോന്നിക്കുകയൊക്കെ ചെയ്യും. അതുപോലെ നല്ലൊരു ഫേഷ്യൽ പാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഞാനിത് മുഖത്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഞാനിത് വാഷ് ചെയ്യാണ്. ഇപ്പോൾ ഞാൻ വാഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ തന്നെ സാധിക്കും നല്ലൊരു ഗ്ലോ നമുക്ക് കാണാൻ സാധിക്കും. നല്ലൊരു വ്യത്യാസം ഈ പായ്ക്ക് ഇട്ട് കൊടുത്താൽ നമ്മുടെ മുഖത്ത് കാണാൻ സാധിക്കും. നല്ലൊരു ബ്രൈറ്റ്നസ് കിട്ടുകയും തിളക്കം കിട്ടുകയൊക്കെ ചെയ്യും. നല്ല ബെസ്റ്റ് ഒരു ഫേഷ്യൽ പാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്കിനിയും മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്